ഇതൊരു പഴയ വീടാണ്. നമുക്കിവിടെ ഒരു വാഷിംഗ് മെഷീൻ പുതിയതായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അകത്തുനിന്നൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം പഴയ വയറിംഗ് ആണ്, കണ്ടില്ലേ, പഴയ ടൈപ്പ് മെയിൻ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിൻ സ്വിച്ചിൻ്റെ അകത്തുനിന്ന് വേണം നമുക്ക് പുതിയൊരു കണക്ഷൻ കൊണ്ടുപോയി. ഇതുവഴി നമുക്ക് നേരെ ആ എയർ ഹോൾ വഴിയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. നമ്മളതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 കോറിൻ്റെ 3 കോറിൻ്റെ 2.5ൻ്റെ വയറാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് അതുവഴിയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതേപോലെ വാട്ടറിൻ്റെ കണക്ഷന് നമുക്ക് ഇതുവഴിയാണ് എടുക്കേണ്ടത്. ഇതിൽ നിന്നാണ് നമുക്ക് പുതിയ വാട്ടർ കണക്ഷനും എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 3 കോർ വയർ നമ്മൾ നേരെ ഇതേപോലെ ക്ലിപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കും കൂടെ ഇനി ക്ലിപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ അടിച്ചു പോകുന്ന കൂട്ടത്തിൽ അങ്ങ് പോയതാണ്. ഇനി നേരെ നമുക്ക് ഇതുവഴി എടുത്ത് എയർ ഹോൾ വഴി എടുത്ത് നമ്മൾ ഈ റൂമിൻ്റെ അകത്തോട്ട് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. 2.5ൻ്റെ 3 കോർ വയറാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അതേപോലെ ഹാവൽസിൻ്റെ റിയോ എന്ന് പറയുന്ന ഒരു MCB ബോക്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് എടുത്തേക്കുന്നത്. ഒരു 600 രൂപ റേഞ്ച് വരുന്നതാണ് MCB ബോക്സ്. ഇതിൻ്റെ അകത്ത് തന്നെ MCB അതുപോലെ ഒരു പവർ സോക്കറ്റുമാണ് വരുന്നത്. നമ്മളിത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് AC-ക്കും അതേപോലെ വാഷിംഗ് മെഷീനുമാണ് നമ്മൾ ഈ ഇങ്ങനെയുള്ള ബോക്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്വിച്ചല്ല, നമുക്ക് MCB ആണ് വന്നെങ്കിൽ അതേപോലെ ഇത് ട്രിപ്പ് ആവും. അതായത് എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഓഫായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ യൂസ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ക്ലിപ്പ് ചെയ്ത് നമ്മൾ നേരെ ബോക്സ് ഇറക്കി അതുപോലെ സ്ക്രൂ ചെയ്ത് PVC ബോക്സാണ് അത് നമ്മൾ സ്ക്രൂ ചെയ്ത് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കണക്ഷനും ഇതിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്രൂ കൊണ്ടാണ് ബോക്സ് ഉറപ്പിച്ച് വെച്ചേക്കുന്ന, ലെവൽ നോക്കി ഉറപ്പിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇതിൻ്റെ അകത്ത് വയർ കണക്ഷനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് നേരെ വരുന്ന റെഡ് ഫേസ് നേരെ നമ്മുടെ MCBയുടെ താഴത്തെ ടെർമിനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മുകളിലത്തെ ടെർമിനലിൽ നിന്ന് നേരെ സോക്കറ്റിൻ്റെ വലത് സൈഡിലത്തെ കാലയിലോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എർത്ത് വയർ നേരെ നമ്മൾ എർത്തിൻ്റെ പൊസിഷനിൽ നമ്മൾ കൊടുത്തു. അതുപോലെ ന്യൂട്രൽ സോക്കറ്റിൻ്റെ ഇടത് സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കണക്ഷൻ കൊടുത്ത് വയർ കണക്ഷൻ കൊടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ 2.5 ആണ് എടുത്തേക്കുന്നത്. അത് നമ്മൾ ഓപ്പണായിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ വയർ നേരെ എടുത്തേക്കുന്നത് ഇതിൻ്റെ അകത്ത് ഇരുന്ന് ഈ ഹൈലം ഷീറ്റിൻ്റെ അകത്തുള്ള അതേ ഹോളിൽ കൂടെയാണ് നമ്മൾ അതിൻ്റെ അകത്തോട്ടും എടുത്ത് നേരിട്ട് കണക്ഷൻ കൊടുത്തേക്കുന്നത്. അതായത് ഫ്യൂസിൽ നിന്ന് നേരിട്ട് വരുന്നതിൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ കണക്ഷൻ ഇതിൻ്റെ അകത്തുനിന്ന് അഴിച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ബാക്കിയുള്ള വയറുകൾ നമുക്കിനി അതിൻ്റെ അകത്തോട്ട് തന്നെ വെക്കണം. അതേപോലെ ക്ലിപ്പും ഒന്നും കൂടെ അടിക്കണം. അതുപോലെ നമ്മൾ അവിടെ കണക്ഷൻ ചാൽവ് ചെയ്തു ഇവിടെ സപ്ലൈ വരുന്നുണ്ട്. അതായത് നേരിട്ട് MCBയുടെ താഴത്തെ ടെർമിനൽ സപ്ലൈ വരുന്നുണ്ട്. നമുക്കിനി MCB ഒന്ന് ഓണാക്കി നോക്കാം. അതേപോലെ തന്നെ മുകളിലും ഇതേപോലെ ഓണാക്കിയപ്പോൾ സപ്ലൈ വരുന്നുണ്ട്. സോക്കറ്റിൻ്റെ അകത്തും അതേപോലെ നമ്മുടെ റൈറ്റ് സൈഡ് ടെർമിനലിൻ്റെ അകത്തും അതേപോലെ സപ്ലൈ വരുന്നുണ്ട്. എർത്തും അതേപോലെ ന്യൂട്രും ഒക്കെ പക്കയാണ്. നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് തന്നെയാണ് മെയിൻ സ്വിച്ച് വഴി തന്നെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് കൊടുത്തത്. പഴയ വീടാകുമ്പോൾ ഇങ്ങനെ നമുക്ക് കണക്ഷൻ എടുക്കാൻ ഇങ്ങനൊരു വഴിയുള്ളൂ. അതേപോലെ MCB കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് അതിൻ്റെ കവറ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അക്കാര്യം ക്ലിയർ ചെയ്തു. അതേപോലെ വാട്ടർ കണക്ഷനെ നമ്മൾ കൊണ്ടുവന്നു. വാട്ടർ കണക്ഷൻ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ നമ്മൾ 3/4 ഇഞ്ചിൻ്റെ ഒരു വാൽവും ഇതിനോടൊപ്പം വെച്ച് കൊടുത്തു. എന്തെങ്കിലും കാരണവശാൽ നമുക്ക് വെള്ളം ഒന്ന് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ 3/4 ഇഞ്ചിൻ്റെ പൈപ്പും കളാമ്പും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ 2 ഇഞ്ച് വേസ്റ്റ് വാട്ടർ വരുന്ന ഭാഗത്ത് നമ്മൾ 2 ഇഞ്ച് പൈപ്പ് കൊടുത്തു. എയർ കൗളാണ് ഇവിടെ വെച്ചേക്കുന്നത്. കാരണം ഇഴജന്തുക്കളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയർ കൗൾ അവിടെ കൊടുത്തത്. അതേപോലെ നമ്മൾ സിമെൻറ്റ് വെച്ച് നമ്മൾ അടിച്ച ഹോളിൻ്റെ അകത്തും അതുപോലെ പൈപ്പിന് ചുറ്റും നമ്മൾ സിമെൻറ്റ് വെച്ച് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പത്തിരിപ്പ് വന്നുകൊണ്ടാണ് ആ പത്തിരിപ്പിൻ്റെ അവിടെ നമ്മളിതുപോലെ സിമെൻറ്റ് വെച്ച് കവർ ചെയ്തത്. അപ്പോൾ പൈപ്പ് പോകുന്ന ഭാഗത്ത് നമ്മളതുപോലെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അകത്തും അതേപോലെ നമ്മൾ കവർ ചെയ്ത് സുപ്രീമിൻ്റെ വാഷിംഗ് മെഷീൻ്റെ ടാപ്പാണ് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ ടാപ്പ് തന്നെയാണ് നമ്മൾ റെഡിമെയ്ഡ് മേടിച്ചതും. അതേപോലെ തന്നെ അകത്ത് ഒരു 45 ചരിച്ച് നമ്മൾ ആ സൈഡും നമ്മൾ സിമെൻറ്റ് വെച്ച് കൊടുത്തു. അപ്പം പഴയ വീടുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഓപ്പണായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ വയറിംഗ് ഇങ്ങനെ കൊണ്ടുവരാനേ പറ്റൂ. അല്ലാതെ പഴയ കണക്ഷൻ്റെ അകത്ത് നമുക്ക് എടുക്കാൻ യാതൊരു നിവൃത്തിയില്ല. കാരണം ഓവർലോഡും കാര്യങ്ങളും കറണ്ട് ബില്ലും കൂടാനൊക്കെ ചാൻസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്